നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഗ്രന്ഥം ബൈബിളാണ്, ഖുർആനല്ല എന്ന്. അത് പറയാൻ കാരണമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കിപ്പം ഒരു മതത്തോടും നമുക്കിവിടെ ഒരു കൂടുതൽ താല്പര്യം ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. അപ്പം ചിലർക്ക് പക്ഷെ ഈ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുമ്പം അത് പലർക്കും ഇഷ്ടപ്പെടത്തില്ല. നമ്മളിപ്പം മുസ്ലിങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് മുസ്ലിങ്ങളെ നല്ല കാര്യം പറഞ്ഞു, ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ക്രിസ്ത്യാനികളെ നല്ലത് പറഞ്ഞാണ്, ഹിന്ദുക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ഹിന്ദുക്കളെ കുറിച്ച് നല്ലത് പറഞ്ഞാണ്. എന്തെങ്കിലും നമ്മൾ മുസ്ലിങ്ങളുടെ നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതേ സമയത്ത് തന്നെ മുസ്ലിങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് അത് പിടിക്കത്തില്ല. അതുപോലെ എല്ലാവരുടെയും കാര്യം അത് തന്നെയാണ്. നമ്മളിപ്പം എന്താ പറയുന്നത്, ഒരു ജനസമൂഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എടുത്ത് പറയുമ്പോൾ തന്നെ ഇപ്പം ഹൈന്ദവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം പെട്ടെന്ന് നമ്മൾ മുസ്ലിങ്ങൾ ചെയ്യുന്ന ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കാർക്കും ഇഷ്ടപ്പെടുന്നു. കാരണം എപ്പോഴും നമ്മളൊരു സൈഡ് ചേർന്ന് നിന്നോണം എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അങ്ങനെയല്ല, നമുക്കത് ഒക്കത്തില്ല. ഉള്ള കാര്യം ആദ്യമേ തുറന്ന് പറയാമല്ലോ, എനിക്കത് ഒക്കത്തില്ല. എനിക്ക് നല്ലത് എവിടെ കണ്ടാലും നല്ലതെന്ന് പറയും, മോശം എവിടെ കണ്ടാലും മോശമെന്ന് തന്നെ പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ബൈബിള് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ കാരണം ലോകത്തെ ഏറ്റവും വലിയ ഭാഷയെന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഷയല്ല, ലോകത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, ലോകത്തെ ഏറ്റവും കൂടുതൽ എത്തിപ്പെട്ട ഭാഷ ഇംഗ്ലീഷ് ഭാഷയാണ്. അപ്പം അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് ഭാഷ ആ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങൾ അത്രയ്ക്ക് വികസിച്ചു, കൊളോണിയലൈസേഷൻ പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോയി, അതിന് ഇംഗ്ലീഷ് അത്രയ്ക്ക് വളർന്നു. അപ്പം ഈ ഇംഗ്ലീഷ് ഭാഷയിലെ സാഹിത്യകൃതികളായാലും ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അവരെല്ലാം ക്രിസ്ത്യൻസാണ് നടത്തി. അതുകൊണ്ട് തന്നെ അവിടുത്തെ സാഹിത്യകൃതികളിലെല്ലാം ബൈബിളിൻ്റെ റെഫറൻസും ബൈബിളിൻ്റെ ഒരു സ്വാധീനം എപ്പോഴും ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ നോക്കി കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ, നമ്മൾ ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് സാഹിത്യം എന്ന് പറയുന്നത് എപ്പോഴും ബ്രിട്ടീഷ് സാഹിത്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ബ്രിട്ടനിലേതാണ്. അപ്പം യഥാർത്ഥ പക്ഷേ ബ്രിട്ടീഷുകാർ ക്രിസ്ത്യൻസ് അല്ലായിരുന്നു. അത് ആംഗ്ലോ സാക്ഷൻ കാലഘട്ടത്തിൽ അവിടെ ക്രിസ്ത്യനൈസേഷൻ നടക്കുക ചെയ്തു. അതിനുശേഷം കുറേ കൃതികളൊക്കെ എഴുതി, അത് ബൈബിളിനെ സംബന്ധിച്ച് ബൈബിളിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസിൽ നിന്നും ബൈബിളിൻ്റെ എന്താ പറയുന്നത് ഇൻ്റർപ്രിട്ടേഷൻസ് ആയിട്ടായിരുന്നു പിന്നീട് പാസ്റ്റർമാരും ബിഷപ്പുമാരും ഒക്കെയാണ് അവിടെ ആദ്യ ഇംഗ്ലീഷിലെ സാഹിത്യകൃതികളൊക്കെ. ആദ്യത്തെ ഇംഗ്ലീഷ് ഭാഷാ കൃതികൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് യഥാർത്ഥ ഇടയന്മാരുടെ ഭാഷയായിരുന്നു. ഇടയന്മാരുടെ ഭാഷ യഥാർത്ഥത്തിൽ അത് വലിയൊരു വളർച്ചയാണ്. ഇടയന്മാരുടെ ഭാഷയിൽ നിന്നും അത് വളർന്ന് വന്ന ശേഷം ഒരുപാട് എന്താ പറയുന്നത്, ലോകം മുഴുവൻ ഇത്രയും വലിയ ഒരു ഭാഷയായിട്ട് അത് മാറി. വലുതെന്ന് പറയുമ്പോൾ ഞാൻ ഫിസിക്കലായിട്ടുള്ള കാര്യമല്ല പറയുന്നത്, ഒരു എന്താ പറയുന്നത് യൂണിവേഴ്സൽ ലിംഗോ ഫ്രാങ്കയായിട്ട് മാറി അത്. അപ്പം മറ്റു ഭാഷകൾ അന്യം നിൽക്കാൻ തുടങ്ങി, ഒരുപാട് ഡീമെറിറ്റ്സും ഉണ്ടായി. എന്നാൽ ഇടയന്മാരുടെ ഭാഷയായിരുന്നു യഥാർത്ഥം. ആട്ടിടയന്മാർ ആടിനെ വെച്ച് നടക്കുമ്പോഴും ഒക്കെ അവർ ചുമ്മാ പാടിയിരുന്ന പാട്ടുകൾ അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്ന ഒരു ലാംഗ്വേജ്, അതൊന്നും എന്താണ് അവരന്ന് പാടിയത് എന്നൊന്നും നമുക്കറിയത്തില്ല. അതൊന്നും ഡിപ്പിക്റ്റ് ചെയ്ത് ശേഖരിച്ചു വെച്ചിട്ടില്ല. അന്ന് അവർ എന്തൊക്കെയോ പാടി ഇടയന്മാർ. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ റോമിൽ നിന്നാണ് വന്ന് ക്രിസ്ത്യനൈസേഷൻ ഉണ്ടാകുന്നത്, ആംഗ്ലോ സാക്സൺ കാലഘട്ടത്തിൽ. ആംഗ്ലോയിസും സാക്സനും അവിടെയൊക്കെ ഒരുപാട് വെട്ടും കുത്തും കൊലപാതകങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം പലരും അതെല്ലായിടത്തും ഉള്ള മനുഷ്യനുള്ളിടത്തെല്ലാം എന്താ പറയുക അധിനിവേശങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ട്. പലപ്പോഴും ക്രിസ്ത്യൻസൊക്കെ പറയും, പാസ്റ്റർമാരൊക്കെ പറയും, ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ ഭയങ്കര തമ്മിലടിയായിരുന്നു, ബ്രിട്ടൻ വന്നേച്ചാണ് ഇവിടെ നാട്ടുരാജ്യങ്ങളെല്ലാം ഒരുമിപ്പിച്ച് തോന്നുന്നു. അത് ബ്രിട്ടനിലും ഉണ്ടായിരുന്നു. ബ്രിട്ടനിലും ഭയങ്കര ഇതുണ്ടായിരുന്നു. ആളുകൾ പേടിച്ചോടി പലയിടത്തും പോയി താമസിച്ചിട്ടുണ്ട്. ചരിത്രം നോക്കിയാൽ മതി, ബ്രിട്ടൻ്റെ ചരിത്രം നോക്കിയാൽ മതി. പിന്നെ റോമക്കാർ വന്നിട്ടുണ്ട് അവിടെ. അപ്പം റോമക്കാരിൽ നിന്ന് ക്രിസ്ത്യനൈസേഷൻ ഉണ്ടാവുക. എന്നാൽ അവിടുത്തെ ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുമ്പോൾ എപ്പോഴും അതിനകത്ത് ബൈബിളിൻ്റെ ഒരുപാട് റെഫറൻസുകൾ കാണാൻ സാധിക്കും. അപ്പം ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ അത് ബ്രിട്ടനിൽ
നിന്നുണ്ടായതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഈ ആംഗ്ലോ സാക്സൺ കാലഘട്ടത്തിൽ തന്നെ ക്രിസ്ത്യനൈസേഷനിലേക്ക് പോയതുകൊണ്ടാണ് ആ ഭാഷ ലോകം മുഴുവൻ പ്രചരിച്ചതുകൊണ്ടും ആ ഭാഷയിൽ എഴുതിയിരുന്ന എഴുത്തുകാരൊക്കെ ക്രിസ്ത്യൻസ് ആയിരുന്നതുകൊണ്ടും അവിടെ ക്രിസ്ത്യൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നതുകൊണ്ടുമാണ് ബൈബിൾ ഇത്രയും വലിയ സ്വാധീനം ചെലുത്തിയത് ലോകത്ത്. ഖുറാൻ അത്രയും സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടില്ല. എന്തിന് നമ്മുടെ ഭഗവത്ഗീതയ്ക്കോ ചതുർവേദങ്ങൾക്കോ പോലും അത്രയും വലിയ സ്വാധീനം ചെലുത്താൻ ലോകത്തുണ്ടായി. നമ്മളിപ്പോൾ ഒരു ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ്, ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റുഡൻ്റ് ആവുകയാണെങ്കിൽ ഒരു ബൈബിളും കൂടെ ഉണ്ടാവണം. കാരണം പലയിടത്തും എഴുത്തുകാർ എന്താ പറയുന്നത്, ഈ ബൈബിളിൻ്റെ റെഫറൻസുകൾ പലയിടത്തും കൊടുത്തിട്ടുണ്ട്. അത് എസ്സയിലായിക്കോട്ടെ, പോയത്തിലായിക്കോട്ടെ, എന്തിലും ആയിക്കോട്ടെ, ഡ്രാമയിലായിക്കോട്ടെ, എല്ലാത്തിലും എൻ്റെ റെഫറൻസ്. ജോൺ മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ പക്കാ ശുദ്ധമായ ബിബ്ലിക്കൽ റെഫറൻസാണ്. ടോട്ടൽ ബിബ്ലിക്കൽ റെഫറൻസാണ്. നമ്പർ 1 പ്യുവർ ബിബ്ലിക്കൽ റെഫറൻസാണ് പാരഡൈസ് ലോസ്റ്റും പാരഡൈസ് റീഗെയിൻഡും. അത് ആദം ഹവ്വമാർക്ക് പാരഡൈസ് ലോസ്റ്റ് ആയതിനെ കുറിച്ചൊക്കെ പറയുന്നു. അപ്പം ഇതിനകത്തെല്ലാം എസ്സേയിലും എല്ലാം ബിബ്ലിക്കൽ റെഫറൻസ്. നമ്മൾ ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു കൂടെ ഒരു ബൈബിൾ ഉണ്ടായിരിക്കണം. കാരണം പലയിടത്തും ബിബ്ലിക്കൽ റെഫറൻസുകൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ അത്രയും ഖുറാൻ്റെ റെഫറൻസ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ കാണത്തില്ല. ആ കാലഘട്ടത്തിലെ സാഹിത്യത്തിൽ കാണത്തില്ല, ഇന്നും കാണത്തില്ല. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഇത്രയും വലിയ ഖുറാനിലെ റെഫറൻസ് നമുക്ക് മരുന്നിൽ പോലും കിട്ടത്തില്ല. അല്ലെങ്കിൽ ഭഗവത്ഗീതയുടെ റെഫറൻസ്, അതൊക്കെ ഭഗവത്ഗീതയുടെ റെഫറൻസും അല്ലെങ്കിൽ അതൊക്കെ പിന്നെയും വരും. പക്ഷെ മറ്റേത് ഖുറാനിക്ക് റെഫറൻസ് കാണത്തില്ല. കാരണം ഖുറാൻ ഇവിടെ ഇല്ലാത്ത സാധനമാണ്, അവിടെയൊക്കെ ഉള്ളൂ, അറേബ്യയിൽ മാത്രമേ. അപ്പം ആ കാലഘട്ടത്തിലെ കാര്യം ഞാൻ പറയുന്നത്. അപ്പം ഈ ബിബ്ലിക്കൽ റെഫറൻസ് പലയിടത്തും ഉണ്ട്. അതിലൊരു വളരെ രസകരമായ ഒരു ബിബ്ലിക്കൽ റെഫറൻസ് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. അത് ഫ്രാൻസിസ് ബേക്കൻ്റെ എസ്സയിലായിക്കോട്ടെ, ചാൾസ് ലാംബിൻ്റെ എസ്സയിലായിക്കോട്ടെ, ഒക്കെ ബിബ്ലിക്കൽ റെഫറൻസിൽ ഏറ്റവും കൂടുതൽ എടുത്ത് പറഞ്ഞ ലാസറസിൻ്റെ കാര്യമാണ്. ലാസറസ്. അതായത് അത് ബിബ്ലിക്കൽ റെഫറൻസ് ലൂക്കിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ ലൂക്ക് ചാപ്റ്റർ 16:19 ആണത്. അതൊന്ന് വായിക്കഴിഞ്ഞാൽ, there was a certain rich man who was clothed in purple and fine linen and fared sumptuously every day. But there was a certain beggar named Lazarus, full of sorrows, who was laid at his gate, desiring to be fed with the crumbs which fell from the rich man's table. Moreover, the dogs came and licked his sores. So it was that the beggar died. So it was that 22ാമത്തെ വചനമാണ്. So it was that the beggar died and was carried by the angels to Abraham's bosom. The rich man also died and was buried. And being in torments in Hades, he lifted up his eyes and saw Abraham afar off and Lazarus in his bosom. Then he cried and said, Father Abraham, have mercy on me and send Lazarus that he may dip the tip of his finger in water and cool my tongue, for I am tormented in this flame. But Abraham said, Son, remember that in your lifetime you received your good things, and likewise Lazarus evil things, but now he is comforted, and you are tormented. And besides all this, between us and you there is a great gulf fixed, so that those who want to pass from here you cannot, nor can those from there pass to us. അതായത് ഞാൻ കൂടുതൽ വായിക്കുന്നില്ല. അതായത് ക്രിസ്തു എപ്പോഴും പറയാറുണ്ടായിരുന്ന പാരബിൾസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ. പാരബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടാന്ത കഥകളാണ്, അലിഗറി, പാരബിൾസ്. അതായത് ആ കഥകൾ ക്രിസ്തു എപ്പോഴും ഉപമകളിലൂടെയായിരുന്നു ഓരോ കാര്യങ്ങളും പറഞ്ഞിരുന്നതെന്ന് അറിയാമല്ലോ. ശമരിയാക്കാരൻ്റെ ഉപമ കാണിച്ചതും എല്ലാം ഉപമയാണ് ഇതെല്ലാം. അപ്പം ഉപമയിലൂടെ പല കാര്യങ്ങളും പറയുമായിരുന്നു, പക്ഷെ അതിൽ ഭയങ്കര സംഭവം ഇരിപ്പുണ്ടായിരുന്നു. അപ്പം എപ്പോഴും പറയാറുള്ള ഉപമയിലെ ക്രിസ്തുവിൻ്റെ കഥകളിലെ ഉള്ളി നെയ്മായിരുന്നു ലാസറസ്, ഉള്ളി ക്യാരക്ടറായിരുന്നു ലാസറസ്. അപ്പം അദ്ദേഹം ഒരു ബെഗറായിരുന്നു. അദ്ദേഹം
കാലയിൽ അദ്ദേഹം ഒരു മില്യനെയറിൻ്റെ ഗേറ്റിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമായിരുന്നു എന്നാ പറയുന്നത്. ലെയ്ഡ് അറ്റ് ഹിസ് ഗേറ്റ്, മില്യനെയറിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ ലെയ്ഡ് ചെയ്യുന്ന ആളായിരുന്നു. പക്ഷേ മില്യനെയർ അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയില്ല. പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഈ ലാസറസ്, അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ലാസറസിൻ്റെ സോഴ്സ്, കാലയിലെ മുറിവുകളിൽ പട്ടി നക്കുന്ന ഒരു സംഭവം കൂടി, പട്ടി വന്ന് നക്കുന്നതിനെ പറ്റി ക്രിസ്തുവിൻ്റെ പാരബിളിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം മരിച്ചപ്പം അദ്ദേഹത്തെ ഏഞ്ചൽസ്, മാലാഹമാർ ഉയർത്തിക്കൊണ്ടുപോയി. ക്രിസ്തുവിൻ്റെ പാരബിളിൽ പറയുന്ന സ്റ്റോറിയാണ്, അപ്പം ഉപമയാണ്. അപ്പം മാലാഹമാർ ഉയർത്തി സ്വർഗത്തിൽ എബ്രഹാമിൻ്റെ ബോസമിൽ കൊണ്ടിരുത്തി. അപ്പം ഈ മില്യനെയർ മരിച്ച സമയത്ത് അയാൾ നരകത്തിലേക്കും പോയി. പക്ഷേ അയാളുടെ ഗേറ്റിൻ്റെ മുമ്പിൽ ലേഡ് ചെയ്ത ആ ബെഗർ ഈസ് ലിഫ്റ്റഡ് ടു ദി ബോസം. അപ്പം ഇയാൾ മരിച്ച് ചെന്ന സമയത്ത് അബ്രഹാമിൻ്റെ ബോസമിൽ ഇരിക്കുന്നതിനെ പറ്റി ഈ ലാസസ് ഇരിക്കുന്നത് കാണുകയുണ്ടായി. ലാസസ് ഇൻ ഹിസ് ബോസം, ഇൻ അബ്രഹാംസ് ബോസം മടിയിലിരിക്കുന്നതായിട്ട് ഈ മില്യനെയർ കാണുകയുണ്ടായി. ഇങ്ങനൊരു കഥ പറഞ്ഞിട്ടുണ്ട്. ഈ കഥ വളരെ നല്ലൊരു പാരബിളാണ്. ഇതുപോലെ അനവധി കഥകൾ പറഞ്ഞിട്ടുണ്ട് ക്രിസ്തു. അപ്പം ഈ കഥ പക്ഷേ ഇംഗ്ലീഷ് സാഹിത്യ അക്കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരെ ഒരുപാട് സ്വാധീനിച്ചു. അവരുടെ കൃതികളിലെല്ലാം തലങ്ങും വിലങ്ങും ഇതിൻ്റെ ഒരു റെഫറൻസ് ഉണ്ടായിരുന്നു. വളരെ ടച്ചിങ് ആയിട്ടുള്ളതാണ്. പക്ഷേ ബൈബിള് നമ്മൾ നോക്കുകയാണെങ്കിൽ ബൈബിള് കോൺട്രാഡിക്ടറി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ബൈബിളിൽ യഥാർത്ഥത്തിൽ നമ്മൾ നടന്നതാണോ എന്ന് വരെ സ്വന്തം ജീവിതത്തിൽ പോലും, ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ പോലും നടക്കാത്ത കാര്യങ്ങൾ, അത്രയ്ക്ക് വൃത്തികെട്ടതും മോശമായിട്ടും ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ബൈബിളിൽ എഴുതി വെച്ചാൽ. അത് ഞാൻ ഇനിയും കൂടുതൽ പറയുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് ഭയങ്കര ദേഷ്യം, അവർ ചീത്ത വിളിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒന്നാമത് മുസ്ലിങ്ങൾ തന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇനി ക്രിസ്ത്യാനികളുടെയും കൂടെ ചീത്ത മേടിച്ച് വെക്കണ്ടെന്ന് കരുതി, എന്താ പറയുന്നത്, കമൻറ്റ് ബോക്സ് കംപ്ലീറ്റ് ചീത്ത വിളി ആവണ്ടെന്ന് കരുതി ഞാനത് പറയുന്നില്ല. അതായത് ഒരുപാട് കോൺട്രാഡിക്ഷൻസ് ഉണ്ട്, എന്നാൽ ഇതിനകത്ത് കുറേ നല്ല കാര്യങ്ങളുമുണ്ട്. ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഏറ്റവും കൂടുതൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ കാരണമായത്, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റിന് എപ്പോഴും ഒരു ബൈബിള് കൂടെ ഉണ്ടാകും. കാരണം ഓരോന്ന് എടുക്കുമ്പോഴും അതിനകത്ത് ബൈബിൾ റെഫറൻസുകളാണ് എഴുത്തുകാർ പറയുന്നത്. അങ്ങനെ ഒരു കൃതിയാണ് യഥാർത്ഥത്തിൽ ബൈബിൾ. അത് ബൈബിളിൻ്റെ മഹത്വം കൊണ്ടൊന്നും അല്ല, ബൈബിൾ എന്താ പറയുക, ക്രിസ്ത്യൻസ് ആയിരുന്നു ആ എഴുത്തുകാരവിടെ ഉണ്ടായിരുന്ന ആളുകൾ, അതുകൊണ്ടാണ്. അപ്പം താങ്ക് യു ഫോർ